ഈ ഒരാഴ്ച കല്യാണങ്ങളുടെ ഒരു ഒന്നൊന്നര ആഴ്ചയായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാം ഏപ്രിൽ മെയ് മാസങ്ങൾ കല്യാണ സീസണാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ഡ്രസ്സൊക്കെ ഒരുപാട് എടുക്കണം, സെറ്റാവണം. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ കുറച്ച് ഷോപ്പിംഗ് നടത്താനുള്ള പദ്ധതി ഇട്ടു കേട്ടോ. എൻ്റെ ഷോപ്പിംഗൊക്കെ ഓൾറെഡി കഴിഞ്ഞു, പക്ഷേ പുള്ളിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് അന്ന് ചെല്ലുന്നത്. ഞങ്ങളുടെ സ്റ്റോപ്പിൽ, അതായത് നമ്മുടെ വീട്ടിൻ്റെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റോപ്പിൻ്റെ അവിടെയാണ് സുഡിയോ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം എനിക്കങ്ങോട്ട് സുഡിയോയിൽ കയറിയിട്ട് ചുമ്മാ പരതാലോ. അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കി, ചെരുപ്പ് എടുത്ത് നോക്കി, പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനൊക്കെ എടുത്ത് നോക്കി. പിന്നെ അവിടെ എനിക്കൊരു ബോംബ് എന്തോ പറഞ്ഞ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു റെഡ് ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതൊരു ബ്രൗൺ കളർ ലിപ് ലൈനറിനെ കൂടെ യൂസ് ചെയ്യുമ്പം നല്ല കോംബോ ആയിട്ട് പോകുന്നൊരു ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. പക്ഷേ അത് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. മേ ബി എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് നോക്കണമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത് അന്ന് കിട്ടിയത് 49 റുപ്പീസിന് വാങ്ങിയതൊക്കെ ആയിരുന്നു. അതായത് 149 ലിപ്സ്റ്റിക്ക് ഓഫറുകൾ കാരണം 49, 29 അങ്ങനത്തെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ അതൊന്നും എനിക്കന്ന് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ച് ചെരുപ്പ് നോക്കി. പിന്നെ വേണ്ടാത്ത കമ്മലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തീരെ ചേരാത്ത കമ്മൽ, അതൊക്കെ ചേരുമായിരിക്കും എന്നുള്ള സുഡിയോയുടെ ലൈറ്റിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കി കേട്ടോ. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് എന്നെ കിട്ടിയവൻ അവിടേക്ക് വന്നു. അപ്പോൾ പുള്ളിക്ക് അവിടുത്തെ പാൻറ്റ്സ് കുറച്ച് കണ്ടപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യണം തോന്നിയെങ്കിലും ഒന്നും അങ്ങനെ സെറ്റാകുന്നുണ്ടായില്ല. പുള്ളി വന്നാൽ പിന്നെ പുള്ളിക്ക് പാൻറ്റ് നോക്കലാണ് എൻ്റെയും പണി കേട്ടോ. ഞാനും ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പാൻറ്റൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും, പുള്ളിനെ കൊണ്ട് ട്രൈ ചെയ്യിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സെറ്റായില്ല. കാണുമ്പോൾ ഇഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ ഒരു ലൂസ് ഫിറ്റാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഫിറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കാണ് പിള്ളേർക്കും കൂടെ നോക്കിയത്. പിള്ളേർക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത പുത്രന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചൈനീസ് കോളറിൻ്റെ ഷർട്ട് കിട്ടി. മക്കളെ നല്ലൊരു ഷർട്ടായിരുന്നു കേട്ടോ, അവൻ നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അവൻ 10 വയസ്സായിട്ടുള്ളെങ്കിലും ഞാൻ എപ്പോഴും ഒരു 13, 14 വയസ്സുള്ളതാണ് എടുക്കുക. കാരണം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടാം, പിന്നീട് കുറച്ച് കാലത്തേക്ക് കൂടെ, കാരണം വളരുന്ന പ്രായമല്ലേ. പക്ഷേ ഈ ആണുങ്ങളുണ്ടല്ലോ കറക്റ്റ് ആ പ്രായത്തിലുള്ളത് എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അതെന്താ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയെങ്കിലും പിന്നെ ഞാൻ പോട്ടെ, കുഴപ്പമില്ല, ഇത് ചെറുതായാലും നമുക്ക് എടുത്ത് വെച്ചിട്ട് അടുത്ത് പറഞ്ഞ വലുതാവുന്നുണ്ടല്ലോ, അവൻ ഇടിക്കാമെന്ന് വിചാരിച്ചുള്ള ആ ഒരു കണക്ക് കൂട്ടലിൽ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഷർട്ട് എടുത്തു. അങ്ങനെ അവിടെ നിന്ന് യാത്രയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്നിട്ട് ഞങ്ങൾ എവിടെ കയറി, ക്ലബ് ഷവായിൽ കയറിയിട്ട് ഒരു അടിപൊളി ചീസി സാധനം കഴിച്ചു. ഒരു അടിപൊളിയായിരുന്നു. അതിനെന്താ പറയുക, നമുക്ക് ചീസി ഷവായ എന്നോ മറ്റോണ് പറയണത്. അടിപൊളിയൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ കാറ് വാഷ് ചെയ്യാൻ കൊടുത്തായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്താട്ടോ, നമ്മുടെ വീടിൻ്റെ ഓരോ സ്റ്റോപ്പ് അകലത്തിൽ ഇപ്പോൾ ഒരു നല്ല അടിപൊളി കടകളൊക്കെ വന്നിട്ടുണ്ട്. ട്രെൻഡ്സൊക്കെ ഓൾറെഡി ഉണ്ട്, മാക്സ് ഓൾറെഡി ഉണ്ട്, സുഡി ഓൾറെഡി ഉണ്ട്. പിന്നെ വെസ്റ്റ് സൈഡ് വന്നിട്ടുണ്ട് പുതിയത്, വലിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് കിട്ടിയൊരു നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടേക്ക് നോക്കി. അപ്പം പുള്ളി ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഷർട്ട് ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ ഇട്ട് നോക്കി. ബ്രൗൺ ഇഷ്ടപ്പെട്ടു, ഒരു ലൈറ്റ് ഗ്രീൻ ഇഷ്ടപ്പെട്ടു. അതിൽ ലൈറ്റ് ഗ്രീൻ ആണ് എനിക്ക് കാണാൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതെങ്കിലും അവിടുത്തെ ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കത് ഇണങ്ങണമല്ലോ, ആ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ബ്രൗൺ എടുത്തു കേട്ടോ. അത് മാത്രമല്ല അതിന് വേറെന്തൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു താൽക്കാലിക ഇഷ്ടം മാറ്റി വെച്ചിട്ട് പ്രാക്ടിക്കലാക്കി ചിന്തിച്ചിട്ട് ബ്രൗൺ ഷർട്ട് എടുത്ത് പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ ആ പാൻലൂൺസ് അവിടെയും അതേപോലെ തന്നെ വെസ്റ്റ് സൈഡിൻ്റെ പോലെ തന്നെ ഒരു ഷോപ്പാക്കി, അതേ ലുക്ക് ഉള്ളൊരു ഷോപ്പ് പോലെ തന്നെയാട്ടോ ഇതും തുടങ്ങിയേക്കണേ. അപ്പോൾ അവിടെ കയറി അവിടെ നിന്ന് ഒന്നും എടുത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമുക്ക് ഏതോ ഒരു ഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അത് വേണ്ടി എന്നുള്ള കൺഫ്യൂഷനിൽ അത് ഒഴിവാക്കി അവിടെ വെച്ചിട്ട്. പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു, കൊള്ളാവുന്നൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു കേട്ടോ.